ഭക്തിയുടെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷീകരണത്തിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളുടെ നിയോഗ പ്രാർത്ഥന ഉയർത്തിക്കൊണ്ട് 6 നിയോഗങ്ങൾക്ക് 6 സ്വർഗസ്ഥനായതും 6 തന്നെ നിറഞ്ഞു പറയുകയും ചൊല്ലി നമുക്ക് നിയോഗത്തെ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാമം പൂജിതമാകണമേ, ഇങ്ങയുടെ രാജ്യം വരണമേ, ഇങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാമം പൂജിതമാകണമേ, ഇങ്ങയുടെ രാജ്യം വരണമേ, ഇങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാമം പൂജിതമാകണമേ, ഇങ്ങയുടെ രാജ്യം വരണമേ, ഇങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാമം പൂജിതമാകണമേ, ഇങ്ങയുടെ രാജ്യം വരണമേ, ഇങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാമം പൂജിതമാകണമേ, ഇങ്ങയുടെ രാജ്യം വരണമേ, ഇങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ
നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എൻ്റെ മക്കളെ, 6 നിയോഗങ്ങൾ നിങ്ങൾ മനസ്സിലോർത്ത് പരിശുദ്ധയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളിപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മനസ്സുകൊണ്ട് അങ്ങേക്ക് സമർപ്പിച്ച 6 നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. വിശ്വാസപൂർണ്ണ ജില്ലയുടെ കന്യാമറിയത്തിന് പിറന്ന പീലാത്തോസിന്റെ കാലത്ത് പിഴകൾ സഹിച്ച് കുരിശിൽപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് നൽകി പിതാവായ ഉത്തരവാദിക്കുന്നു. അവിടുന്ന് സ്വർഗസ്നായ പിതാവിയുടെ നാം പൂജിതമാകണമേ. രാജ്യവന സ്വതരഭൂമിയിലാകണമേ. വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ ഇപ്പോഴും സ്വസ്ഥക്കാരെടുക്കുന്ന സമയമാണ്. അതിനുശേഷം വിജയകുമാർ സാറ് നിങ്ങളുടെ ഉടമ്പടി പത്രിക പരിശോധിച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാതാവിനെ കൊണ്ട് തിരികെത്തിച്ചിട്ട് 15 പേര് വീതമായിട്ട് വരാവുന്നതാണ്. വരുമ്പോൾ ഇവിടെ വന്നാണ് പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടേദിക്കുമ്പോൾ തന്നെ പ്രഖ്യാപനത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി ചൊല്ലിത്തരും. അത് ഏറ്റുപറഞ്ഞ ശേഷം പരിശുദ്ധ കുർബാനയെ ആരാധിച്ച് കുമ്പിട്ടിട്ട് വേണം നിങ്ങളുടെ ഉടമ്പടി പത്രിക ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കേണ്ടത്. എല്ലാവരും സ്വസ്ഥക്കാഴ്ച കൈ കരുതുക. ഇപ്പോഴ് സ്വസ്ഥക്കാഴ്ച എടുക്കുന്നതിനായിട്ട് ബ്രദേഴ്സ് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, ഈ ധ്യാനത്തിൻ്റെ ശുശ്രൂഷയുടെ സാമ്പത്തിക ഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ സ്വസ്ഥക്കാഴ്ച അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനേകം സാമ്പത്തിക ബാധ്യതകളും ഭാരങ്ങളോടുള്ള എല്ലാ മക്കളെയും ഈ ധ്യാനത്തിൽ അങ്ങയുടെ തിരുസന്നിധിയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള ഭാരങ്ങൾ, കുടുംബത്തിലുള്ള ഭാരങ്ങൾ കർത്താവെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക ഭാരത്തിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും അങ്ങയ്ക്ക് വേണ്ടി ഇനി ജീവിക്കുവാനും സുവിശേഷം വിശ്വാസം പ്രഖ്യാപിക്കാനും വിശ്വാസം പ്രാർത്ഥനയിലൂടെയും വിശ്വാസം പ്രയോഗത്തിലൂടെയും
പ്രഖ്യാപിച്ചും പ്രയോഗിച്ചും കൊണ്ട് അങ്ങയുടെ സാക്ഷിയാകാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ ഇവിടെയുള്ള ഓരോ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധ്യാനം നടത്തുന്നതിന് വേണ്ടി അങ്ങ് ക്രമീകരിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന, ഇന്ന് ഉടമ്പടി ചെയ്യുന്നതിനും പുതുക്കുന്നതിനും എല്ലാ മക്കളെയും കൃപാസാൽത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, എൻ്റെ അടയാളങ്ങൾ എല്ലാ മക്കൾക്കും അനുഭവേദ്യമാക്കുന്ന പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പാട്ട് പാടേണ്ട സമയമാണിത്. അപ്പോൾ സ്വതന്ത്ര കാഴ്ചയെടുക്കാവുന്നതാണ്. കൃപാസനത്തിലെ അമ്മേ, കൃപാവരം തൂകുമമ്മേ. കൃപാസനത്തിലെ അമ്മേ, കൃപാവരം തൂകുമമ്മേ. പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയാകുന്നോരമ്മേ. പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയാകുന്നോരമ്മേ. അമ്മേ, നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ, നിന്നക്കായി പ്രാർത്ഥിക്കാൻ കനിവായി വേണേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ധ്യാനം അവസാനിക്കുന്നതിന് മുമ്പ് നന്ദിയുടെ ഏതാനും വാക്കുകൾ അറിയിക്കുകയാണ്. ഇന്നലെ മുതൽ ഇന്ന് വരെ നമ്മുടെ ധ്യാനത്തിലാണ്. നാളെയും ജെറുസലേമിൽ ധ്യാനമുണ്ട്. ഈ ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം ഞാൻ കഴിഞ്ഞ വർഷമാണ് കൃപാസനത്തിൽ ഞാൻ കയറി ചെല്ലുക. അവധിക്ക് നാട്ടിൽ ചെന്നപ്പോൾ കൃപാസനത്തിൽ ചെന്നു. അച്ഛനെ കണ്ടു. ഞാൻ എൻ്റെ വരവിൻ്റെ നിയോഗം അറിയിച്ചു. അച്ഛനോട് പറഞ്ഞു ഇങ്ങനൊരു ധ്യാനം. എന്നെ കണ്ടപ്പോൾ ആദ്യം അച്ഛൻ പറഞ്ഞത് ഞാൻ വരാം. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം വളരെ പോസിറ്റീവായിട്ട് അച്ഛൻ ഞാൻ വരാം എന്ന് അച്ഛൻ വാഗ്ദാനം ചെയ്യുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വരേണ്ടതായിരുന്നു. നമ്മുടെ യുദ്ധ സാഹചര്യമായതുകൊണ്ട് അത് കുറച്ച് തള്ളി വെക്കേണ്ടി വന്നു. ഇപ്പോഴും സാഹചര്യം മാറിയിട്ടില്ല. ഈ യുദ്ധ സാഹചര്യത്തിൽ അച്ഛൻ നമ്മോടൊപ്പം ആയിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മെ ഒരു ദൈവിക അനുഭൂതിയിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛ, ഒത്തിരി നന്ദിയുണ്ട് അച്ഛ. അച്ഛൻ്റെ സാന്നിധ്യത്തിന്, പ്രാർത്ഥനയ്ക്ക്, അതിലുപരി ഇവിടെ വരുവാൻ സാധിച്ചതിൽ വളരെ നന്ദി. അതോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് കൃപാസനത്തിലെ അന്നത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ഫാദർ ക്ലിൻ്റനാണ്. അച്ഛനിപ്പോൾ റോമിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അച്ഛനൊപ്പമായിരിക്കുന്ന നമ്മുടെ വിജയ്കുമാർ സാറ് വലിയൊരു സാക്ഷ്യമാണ്. സാറെ, എല്ലാവരുടെയും പേരിൽ സാറിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ ധ്യാനം ഇവിടെ നടക്കുമ്പോൾ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. കാരണം ഇവിടുത്തെ ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം രാത്രി വരെ ജോലിയുണ്ട്. ആ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പല കാര്യങ്ങളും സജ്ജീകരിക്കുവാനായിട്ട് പലരും ശ്രദ്ധ ചെലുത്തി.
അതുകൊണ്ടാണ് ഈ ധ്യാനം ഇവിടെ മനോഹരമായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത്. എല്ലാ നല്ല മനസ്സുകൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഗായക സംഘമുണ്ട്, നമ്മുടെ വീഡിയോ എടുക്കുന്ന സഹോദരനുണ്ട്, ഫോട്ടോ എടുക്കുന്ന സഹോദരനുണ്ട്. അവരൊക്കെ പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഡെക്കറേഷൻ ചെയ്ത സഹോദരി, അതുപോലെ സഹോദരങ്ങളുണ്ട്, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയ നമ്മുടെ ത്രേസ്യാമ്മ ചേച്ചി മറക്കാൻ സാധിക്കുകയില്ല. കാരണം ദൂരെ നിന്ന് വന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിച്ചുകൊണ്ട് ചേച്ചിയുടെ കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ ജീസസ് യൂത്തിലെ സഹോദരന്മാരുണ്ട്. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ ഹോളിൻ്റെ ഇവിടുത്തെ മാനേജർക്ക്, അതുപോലെ സെക്യൂരിറ്റി നാഥ്, നമ്മുടെ സൗണ്ട് സിസ്റ്റം തന്ന് നമ്മെ അനുഗ്രഹിച്ച സഹോദരൻ, അങ്ങനെ പല വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കപ്പ്യാരിമാരായിട്ട് നിൽക്കുന്ന ജോയ് പോളുണ്ട്, അനീഷുണ്ട്. ഓരോ കാര്യങ്ങളെ ഏൽപ്പിച്ചാൽ കൃത്യതയോട് കൂടിയിട്ട് എല്ലാം നോക്കി ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ വണ്ടിയുടെ സൗകര്യം നമുക്ക് തന്ന് സഹായിച്ച ഡിക്സൺ ഉണ്ട്. അങ്ങനെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ പലവിധ തരത്തിൽ നമ്മെ സഹായിച്ച വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ആരെങ്കിലും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേദനയായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായിച്ച വൈദികരുണ്ട്. തോമസ് അച്ഛനുണ്ട്, ജരീഷ് അച്ഛനുണ്ട്, ബാബു അച്ഛനുണ്ട്, പിന്നെ സനീഷ് അച്ഛനുണ്ട്, നമ്മുടെ ബെൻസൺ അച്ഛനുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ, നമ്മുടെ ബ്രദേഴ്സുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ദൈവം പരിശുദ്ധ അമ്മയിലൂടെ അനേകം കൃപകൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ 15 പേര് വീതമാണ് വിജയകുമാർ സാറിനടുത്ത് ചെല്ലണത്. മറ്റുള്ളവർ ഇരുന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. കയറി ജപമാല ചൊല്ലി കൊടുക്കുക. ഉടമ്പടി ചെയ്യുന്നവരുടെ നിയോഗത്തിന് വേണ്ടിയും ഉടമ്പടി സമയത്തുള്ള സമർപ്പണമായിട്ടാണ് നമ്മളിപ്പോൾ ജപമാല ചൊല്ലേണ്ടത്. അളവില്ലാത്ത സകല നന്മ സുലഭിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നീചമനുഷ്യരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അനന്തമഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായിട്ട് 53 മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടുകൂടെ ചെയ്ത് പല വിചാരം കൂടാതെ ദേവപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്. രണ്ടാം ദൈവരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് എലീശാമ ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മകളിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴ് ഉടമ്പടി പ്രഖ്യാപനമാണ്. അച്ഛൻ മുച്ചേരിച്ചറിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലും. അതിനുശേഷം നിങ്ങൾ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കും. ആശീർവദിച്ച് കഴിഞ്ഞിട്ടാണ് മക്കൾ ഉടമ്പടി നിക്ഷേപിക്കേണ്ടത്. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എന്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഇപ്പോഴ് ആശീർവാദ പ്രാർത്ഥന, വെഞ്ചരിപ്പ് പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. Lord Jesus Christ, pour out His Spirit, touch with the fair fingers, soak with the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the merit of the Holy Priesthood. I bless and hallow this race to those who may have grace and peace and power and healing and deliverance. In the name of Jesus Christ our Lord, who is come to judge by the living and dead by fire. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ വസ്തുക്കളെ ഈശ്വനാമത്തിൽ ആശീർവദിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതൽ അനുഭവിക്കുകയാകണമേ. നിത്യപിതാപുത്രൻ പരിശുദ്ധ സർവേശ്വര എന്നേക്കും ആമേൻ. ഭക്തിപൂർവ്വം ഉടമ്പടി നിയോഗങ്ങൾ മാത്രം സമർപ്പിച്ച്
മക്കൾ ഇതിലേ പോവുക, ഇതിൽ പോയി ഇതിലെ തിരിച്ചിലേ പോവുക. ഇതൊക്കെ മാത്രം ടീച്ചറുണ്ട്, ഇത് മാത്രം ഇടാവേ. കൊയർ ജവമാല ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നു. വരി പടിയാണ് കേട്ടോ. കൃപാസനത്തിലെ അമ്മേ, കൃപാവരത്തൂകുമമ്മേ, കൃപാസനത്തിലെ അമ്മേ, കൃപാവരത്തൂകുമമ്മേ, പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയാകുന്നോരമ്മേ, പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയാകുന്നോരമ്മേ, അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ, നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പോയ ഗ്രൂപ്പ് തിരിച്ചു വന്നിട്ട് കാശരവും കയ്യൊപ്പ് പ്രാർത്ഥനയും മേടിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ മുട്ടേ നിൽക്കുക. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. മോചനത്തിലും ശരീരത്തിന്റെ കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവീസിനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ആവശ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഉൾപ്പെടുത്തരുതേ, അപേക്ഷിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ ആവശ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നേർച്ച ദിവസങ്ങൾ എടുത്തുപിടിക്കുക. വിശ്വാസപ്രമാണം തരട്ടെ. Lord Jesus Christ, pour out His Spirit, the fire fingers, soak of the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the baptism of Holy Priesthood. I bless and hallow the relics, those who have grace and peace and power. Let the devil's power, devil's regions, haters and dust, machinations be dispelled under our family. They may bless, bringing health in body and mind, peace and harmony in the family, and authority of the Catholic Church, with the power of Jesus Christ, with the baptism of the Holy Priesthood. I bless and hallow. എൻ്റെ കർത്താവിന് ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ നേർച്ച വസ്തുക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. ഇതിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്ഥിതിയും നീക്കും. ആമേൻ. നേർച്ച നിക്ഷേപിച്ചിട്ട് തിരിച്ചു വന്ന് കയ്യൊപ്പ് പ്രാർത്ഥന വഴിയാണ് ഇതിൽ നേർച്ച വസ്തു കാശുരി വഴിച്ചിട്ട് പോകണേ. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉപവിതൻ പാതയിൽ കൂടി. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉപവിതൻ പാതയിൽ കൂടി. വിശുദ്ധിതൻ സൗരഭ്യം പൂകി നീങ്ങുന്ന മക്കളെ എന്നും മാറോട് ചേർക്കുന്നോരമ്മേ. അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ, നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകോപത്തിനും കർത്താവുമായ സംശയം ഞാൻ വിശ്വസിക്കുന്നു. പുത്രൻ പരിശുദ്ധാത്മാവിനെ കർത്തനായി ദൈവത്തിന് പറഞ്ഞ് ചെറിയ പിതാവായ ദൈവത്തിൻ്റെ വധുവാകരുത് അതെന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി
പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥന ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളുള്ള കാരുണ്യ പ്രവൃത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. നന്മ നിറഞ്ഞു വരുമേ നിനക്ക് സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ നിർത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞു വരുമേ നിനക്ക് സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. Lord Jesus Christ, pour out your Spirit, the fire finger, suck of the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the matters of the Holy Priesthood, I bless and bless this. To those who have grace and peace and power, that the devil's power, devil's agents, Satan's attacks and machinations be dispelled unto our family. Let me bless and bring you health, body and mind, peace and harmony of the family, authority of the Catholic Church, the power of Jesus Christ, with the matters of the Holy Priesthood, I bless and bless. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ നേർച്ചവസ്തുക്കളെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ഇതുവരെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലായിട്ട് ഇടയാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കും. ആമേൻ. നിയമം മാത്രം എൻ്റെ ബോക്സിനകത്ത് ചെയ്യും. സമയത്തിൽ അധികാരമേന്തി അവൻ പറയുന്നപ്പോൾ ചെയ്യാനോതി. സമയത്തിൽ അധികാരമേന്തി അവൻ പറയുന്നപ്പോൾ ചെയ്യാനോതി. സഞ്ചാരി മാതാവായെത്തി കേഴുന്ന മക്കളിലെന്നും അനുഗ്രഹം ചൊരിയുന്നോരമ്മേ. അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ. വിശ്വാസ പ്രമാണം. സുഖമായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചടക്കപ്പെട്ട ചെല്ലുന്ന മൂന്നായ സുരക്ഷയുടെ പിതാവായ ജീവിക്കുന്നവരെ മരിച്ചവരുണ്ട്. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഉടമ്പടി പ്രഖ്യാപനം. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളുള്ള കാരുണ്യ പ്രവൃത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർമ്മിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. പിടിക്കുക.
വിശ്വസ്പ്രവചന Lord Jesus Christ, pour out His Spirit, വിശ്വപ്രവചന Lord Jesus Christ, pour out His Spirit, touch the fire finger, soak with the precious blood, authority of the Catholic Church with the power of Jesus Christ, with the matters of the Holy Priesthood, I bless and pray. That the devices, power, devils, regions, Satan, Satan's, and machinations be dispelled unto the family. Let me bless and bring you healthy body and mind. Peace and harmony with the family, and the authority of the Catholic Church, with the power of Jesus Christ, with the matters of the Holy Priesthood. Lord, increase us with the power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഞാൻ ചുമസുകളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതൽ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. നിയോഗപത്രം മാത്രമേ ഡോക്ടർ പ്രവർത്തിച്ചിരുന്നു. ദൈവത്തിൻ മാതാവമ്മേ അയോഗ്യര പാവങ്ങളേകും ദൈവത്തിൻ മാതാവമ്മേ അയോഗ്യര പാവങ്ങളേകും നിയോഗങ്ങളിൽ നേടെടുക്കൂ നിൻ പ്രത്യക്ഷീകരണത്തിൻ സാക്ഷികളായൊന്നു മാറ്റൂ അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ഉച്ചത്തടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം കയറി മരിച്ചവരിൽ നിന്ന് 3 നാളുകൾക്ക് സ്വർഗത്തിലേക്ക് വേണ്ടി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വധിവാതിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധത്തോളിക്കാ സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും ന്യായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഉടമ്പടി പ്രഖ്യാപനം. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളുടെ കാരുണ്യപ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തെ ഉൾപ്പെടെ ചെയ്തുകൊള്ളുന്നു. Lord Jesus Christ, pour out His Spirit to the fire finger, soak with the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the matters of the Holy Priesthood, I bless and follow you. Let the disease, power, diversity, Satan, Satan's machinations be dispelled unto our family. Let me bless and bring you health and body and mind. Peace and harmony with the family. And authority of the Catholic Church, Lord, increase His Spirit, increase His Spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ നേർച്ച വസ്തുക്കളെ ഈശോ നാമത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഞങ്ങളുടെ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണത്തിലേക്ക് ഇടയാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവ്വേശ്വര എന്നേക്കും ആമേൻ. കൃപാസനത്തിലെ അമ്മേ കൃപാവരം തൂകുമമ്മേ കൃപാസനത്തിലെ അമ്മേ കൃപാവരം തൂകുമമ്മേ പ്രയാസമേറുന്ന നേരം പ്രതീക്ഷ
പ്രതീക്ഷയകുന്നോരമ്മേ, പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയകുന്നോരമ്മേ, അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ, നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായി വേണേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. പിടിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, the fire thinkers of the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the medicine of the Holy Priesthood, I bless and follow the risk. And the basis power to be against Satan, Satan, and the creations be dispelled unto the heart. Let me bless and bring you health and body and mind, peace and harmony in the family. Lord, in peace Spirit, Lord, in peace Spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തെ ദൈവത്തിൻ്റെ ശക്തിയാണ് നാശവസ്തുക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു. ഇതിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിക്കുന്ന സാന്നിധ്യവും സുഖവാസവും സഭക്ഷണവും സൗഖ്യവും കൂടുതലും അനുഭവിക്കാൻ ഇടയാക്കണമേ. നിത്യപിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വീശ്വരായി ജയിക്കും. ആമേൻ. നിയോഗം മാത്രം അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ട് നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉദവിതൻ പാതയിൽ കൂടി, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉദവിതൻ പാതയിൽ കൂടി, വിശുദ്ധിതൻ സൗരഭ്യം പോകി നീങ്ങുന്ന മക്കളെ എന്നും മാറോട് ചേർക്കുന്നോരമ്മേ, അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ, നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. പിടിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, the fire fingers, soak with the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the merits of the Holy Priesthood. I bless and follow this next. So that those who may have grace and peace and power and healing, in the name of Jesus Christ, our Lord, who is come to judge, both living and dead by fire. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ ആശ്വാസങ്ങളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നത് പ്രാർത്ഥിക്കുന്ന നോക്കുക. ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണം കൂടുതലും അനുഭവിക്കേണ്ടിയാക്കണേ. നിത്യം പിതാമ്പത്തിന് പരിശുദ്ധാത്മാവായ സർവീസിലെ നീക്കം ആമേൻ. നിയോഗങ്ങൾ മാത്രം ഉള്ളിൽ നിക്ഷേപിച്ചിട്ട് ഈ വഴി വരിക. സമയത്തിൽ അധികാരമേന്തി അവൻ പറയുന്നപ്പോൾ ചെയ്യാനോതി. സമയത്തിൽ അധികാരമേന്തി അവൻ പറയുന്നപ്പോൾ ചെയ്യാനോതി. സഞ്ചാരി മാതാവായെത്തി കേടുന്ന മക്കളിലെന്നും അനുഗ്രഹം ചൊരിയുന്നോരമ്മേ. അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ. കയറിപ്പോരേട്ടോ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്.
Lord Jesus Christ, pour out His Spirit to the fire fingers of the precious blood and authority of the Catholic Church with the power of Jesus Christ with the letters of the Holy Priesthood. I bless and hallow these relics. So those who have grace and peace and power, healing and deliverance in the name of Jesus Christ our Lord, please come to judge both the living and dead of fire. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ വസ്തുക്കളെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു. ഇതുപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലയും ഇടയാക്കണമേ. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. നിയോഗങ്ങൾ മാത്രം ഉള്ളിൽ ഇട്ടിട്ട് ബോക്സിലോട്ടിട്ട് ഇങ്ങോട്ടേക്ക് വഴി വരിക കേട്ടോ. കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലറാണി ആവേ 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 മരിയ. കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലറാണി ആവേ 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 മരിയ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. Lord Jesus Christ, pour out His Spirit like the fire finger, suckle the precious blood and authority of the Catholic Church with the power of Jesus Christ. With the medicine of the Holy Priesthood, He bless and holy well with the rich, those who have grace and peace and power and healing. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ വസ്തുക്കളെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു. ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവർ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണത്തിലേക്ക് ഇടയാക്കണമേ. നിത്യപിതാമത്വം പരിശുദ്ധാത്മാശ്രയിക്കും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ ആസ്വദിക്കുന്നു. ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണ സൗഖ്യം കൂടുതലായിട്ട് ഇടയാക്കണേ. നിയോഗങ്ങൾ മാത്രം ബോക്സിൽ നിക്ഷേപിച്ചിട്ട് ഈ വഴി വരിക. പരിവാഹ കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ നിറയാർന്ന ഹൃദയം നുറുങ്ങി. പരിവാഹ കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ നിറയാർന്ന ഹൃദയം നുറുങ്ങി. കരളിഞ്ഞു കനിവിയെന്നു വിളിതുറക്കുനാഥേ ആവേ 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 മരിയ ആവേ
ആവേ മരിയ. ഇപ്പം ഇടരുത്, പ്രാർത്ഥിച്ചിട്ടേ ഇടാവൂ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിജ്ഞ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഉയർത്തിപ്പോയിട്ടെ. Lord Jesus Christ, for our Spirit, the Father, Son, the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the members of the Holy Priesthood, a blessing on the rest, that the divisive power, the resilience, Satan's attacks and machinations be dispelled until our Father. They may bless and bring you health and body, and peace and harmony of the family. Lord, increase His spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറച്ച വസ്തുക്കളെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇതുവരെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സൗഖ്യവും വിടുതൽ അനുഭവിക്കുകയാക്കണമേ. നിത്യം പിതാമ്പുത്താൻ പരിശുദ്ധാത്മാവിനെ നീക്കും. ആമേൻ. നിയോഗങ്ങൾ മാത്രം ബോക്സിൽ നിക്ഷേപിച്ചിട്ട് ഈ വഴി വരിക. വിശ്വാസമേകി ജപമാല കുരിശിന്റെ വഴിയെ നടത്തി മനമലിഞ്ഞു തണുതളർന്നു സ്വയമലിഞ്ഞു നാദി ആവേ 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 മരിയ ആവേ 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 മരിയ. നേരെ ഇങ്ങോട്ട് പോരേട്ടോ, ഈ സൈഡിലോട്ട് പോരട്ടെ കേട്ടോ. പിന്നെ ഇപ്പം അവിടെ തുടങ്ങി പോരെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന
ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. Lord Jesus Christ, power of this Spirit, the fire fingers suck the precious blood, and authority of the Catholic Church with the power of Jesus Christ. With the matters of the Holy Priesthood, I bless our brothers. So those who may have grace and peace and power and healing. എൻ്റെ കർത്താവിന് വിധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മറ്റു വസ്തുക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. ഇതായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും പരിശുദ്ധാത്മാവായ നീക്കുവാമേ. നിയോഗങ്ങൾ മാത്രം ബോക്സിൽ നിക്ഷേപിച്ചിട്ട് ഈ വഴി വരിക. വേഗമായിക്കോട്ടെ. നിക്ഷേപിച്ചവർ ഈ വഴി വരിക. കനിവിന്റെ അമ്മേ, കാരുണ്യനാഥേ, കൃപാസനനാഥേ, മറിയാമ്പികേ, വരദാനവാരിധി, ജപമാലറാണി, ആവേ 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 മരിയ. കനിവിന്റെ അമ്മേ, കാരുണ്യനാഥേ, കൃപാസനനാഥേ, മരിയാമ്പികേ, വരദാനവാരിധി, ജപമാലറാണി, ആവേ 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 മരിയ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഉയർത്തിപ്പിടിച്ചു. അച്ഛൻ ഇപ്പോൾ വരും. സർവശക്തനായ പിതാവ് ചെയ്യും. അവിടുത്തെ ഏകപുത്രനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. Let the adversaries found divisively and Satan attacks and machinations be dispelled and torn from him. Let me bless him, bring health and body, and make peace and harm with the family. And I do with the Catholic Church with the power of Jesus Christ, with the merits of the Holy Priesthood.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി ചോദിച്ചുകളെ ഈശോ നാമത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്ന സാന്നിധ്യവും സുഖവാസവും സംരക്ഷണ നിത്യപിതാപുത്രനും പരിശുദ്ധ സദസ്യം നീക്കാം. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉപവിധൻ പാതയിൽ കൂടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉപവിധൻ പാതയിൽ കൂടി വിശുദ്ധിതൻ സൗരഭ്യം പൂവി നീങ്ങുന്ന മക്കളെ എന്നും മാറോട് ചേർക്കുന്നോരമ്മേ അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേടേ അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കൽ കനിവായിടേ. എല്ലാവരും ഒരുമിച്ചാണ്, ആ ഗ്രൂപ്പ് ഒരുമിച്ചാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും കർത്താവുമായ യേശുമിശിഹായിൽ വിശ്വസിക്കുന്നു. അനുഗാമൻ എന്ന് പറഞ്ഞ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മനസ്സിലാക്കപ്പെട്ട് മാതാവിനിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാമത്തെ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സശക്തിയുള്ള പിതാവായ ദൈവത്തിൽ വാഴ്ത്തുവാതിരുന്നു. അവിടെ നിന്ന് ജീവിതം വിശ്വസിക്കുന്നു. ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ അർപ്പിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാ ഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 6 ഉടമ്പടി പ്രമേയങ്ങളായ പാപങ്ങൾ വെറുതെ ഉപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, ഉപവാസം, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവൃത്തികൾ അടുത്ത 90 ദിവസത്തേക്ക് ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. പ്രമാണത്തിലൂടെ Lord Jesus Christ, pour out His Spirit, the fire fingers, sacrament, the precious blood, and I do with the Catholic Church with the power of Jesus Christ, with the merits of the Holy Priesthood. I bless and resurrect those who have grace and peace and power of healing. In the name of Jesus Christ, our Lord, who is coming judge, both the living and dead will fire. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായ ഞാൻ വസ്തുക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഞാൻ വസ്തുക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. ഇതുവരെ പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യപ്പെടുത്തലും അനുഭവിക്കേണ്ടതാക്കണം. നിത്യപിതാവും പുത്രൻ പരിശുദ്ധാത്മാ സർവ്വസ്വരെ നയിക്കുവാമേ. ദൈവത്തിൻ മാതാവമ്മേ അയോഗ്യര പാവങ്ങളേകും ദൈവത്തിൻ മാതാവമ്മേ അയോഗ്യര പാവങ്ങളേകും നിയോഗങ്ങളിൽ നേറ്റെടുക്കോ നിൻ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷികളായൊന്നു മാറ്റൂ
കൃപാസനത്തിലെ അമ്മേ, കൃപാവരം തൂകുമമ്മേ, പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയാകുന്നോരമ്മേ, അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ. അമ്മേ മാതാവേ, നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കത്തനിവായി വേണേ. എല്ലാവരും മുട്ടി നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അവസരമാണിത്. നിങ്ങളിന്ന് ഉടമ്പടിയിലെ ദൈവം ഒരു കക്ഷി, നിങ്ങളൊരു കക്ഷി. ചിലർ ഉടമ്പടി പുതുക്കി, ചില സത്യസന്ധതയോടുകൂടി അവരെന്നോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്താണ്, കാശും എനിക്ക് വേണ്ട, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. പലരും അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും എന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഒരു കാശിനൊക്കെ കിട്ടുമായിരുന്നു. ഒക്കെ മനസ്സിലായി ഉടമ്പടി കാശിൽ എന്താണെന്ന് അവർക്കറിയാം. അത് എണ്ണത്തിൽ പെരുക്കി മേടിക്കണമല്ല, മറിച്ച് അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ. ഇപ്പം ഒരു ആളിൻ്റെ ഒരു ഭാര്യയുടെ കഴുത്ത് രണ്ട് കെട്ട് തലി ഉണ്ടാകത്തില്ല, ഒരു തലി ഉണ്ടാകത്തുള്ളൂ. അതാണ് വ്യത്യാസം. അത് ഒരു ബന്ധത്തിൻ്റെ അടയാളമാണ്. ദൈവം നീ അത് ഓർക്കുമ്പോൾ, പഴയ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ എപ്പോഴും പറയും, ഒരു ജ്ഞാപകമാണ് അത് നീ നിൻ്റെ നെറ്റിത്തടങ്ങളിലെ സ്ഥാപിക്കണം. അത് ഞാനും നീയും തമ്മിൽ ഉടമ്പടിയുടെ അടയാളമാണ്. ഉടമ്പടിയെക്കുറിച്ച് ആദ്യ വെളിപാട് കിട്ടുന്ന കാലത്ത് എഴുതുമ്പോഴൊക്കെ ഈ ജ്ഞാപകം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. പരിശുദ്ധ അമ്മയിലൂടെയാണ് ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിനക്ക് യോഗ്യതയില്ല എങ്കിലും അമ്മയുടെ ഒരു ഒപ്പുണ്ടെങ്കിൽ നിന്റെ എല്ലാ ഫയലും പാസ്സാവും. അതറിയണമെങ്കിൽ നിങ്ങൾ കൃപാസന സാക്ഷ്യങ്ങൾ മാത്രം, ഉടമ്പടി സാക്ഷ്യങ്ങൾ മാത്രം കേട്ടാൽ മതി. നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇതിന് കരഞ്ഞു പോയിട്ടുണ്ട്. അത്ര കൊണ്ട് ആൾക്കാർക്ക് ദൈവം അവരുടെ ഒരു മെരിട്ടുമില്ലാതെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കാർക്കസ് നിങ്ങളോട് കാണിക്കണത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസ്തതയിൽ കാർക്കസ്യമുള്ളവരായിരിക്കും, വിശ്വാസത്തിൽ കാർക്കസ്യമുള്ളവരായിരിക്കണം. അതിന് നീ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ ഇൻസിഡൻ്റ് ആൻഡ് ഈവൻറ്റ്സ് അത് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ സ്ഥിരീകരണമായിട്ട് മാറണം. സ്ഥിരീകരണം എപ്പോഴും ദൈവത്തിന് ഇങ്ങോട്ട് തരാനേ ഉണ്ടാകാവൂ, നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഉണ്ടാകുന്നേക്കാൾ. ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ എപ്പോഴും കടം ദൈവത്തിനായിരിക്കണം. ഇപ്പോൾ ഞാൻ കിഡ്നി പേഷ്യൻ്റാണ്, നിങ്ങൾ കണ്ടാൽ പറയാം ഇല്ല, എനിക്ക് നല്ല ദൈവരെ ഭക്ഷണം തരുന്നവർക്കറിയാം. എനിക്ക് ആകപ്പാടി കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ നിങ്ങൾ,
വേറെ ഭക്ഷണപദാർത്ഥമൊന്നും കഴിക്കാം. എന്താ ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ദൈവത്തിന് വേണ്ടി മാത്രമേ ജോലി ചെയ്തുള്ളൂ ജീവിതകാലം മുഴുവൻ. ഇപ്പോഴെല്ലാം പുതുതായിട്ട് ഞാൻ കരിസ്മാറ്റിക്കായിട്ട് ഇറങ്ങിയതല്ല, അങ്ങനെ ഒരു ധ്യാനത്തിൽ കൂടി ശുശ്രൂഷ തുടങ്ങിയതല്ല. ഞാൻ 4 വയസ്സ് മുതൽ കർത്താവിൻ്റെ കൂടെ. അച്ഛനാണ് മുമ്പ് തന്നെ ധ്യാനിപ്പിക്കാൻ തുടങ്ങി 1911. അക്കാര്യം കൊണ്ടെല്ലാം സഞ്ചരിച്ച് വരുമ്പോൾ കടലിൽ വരുമ്പോൾ കൺവെൻഷൻ നടത്തുക. ഏത് സമയത്താണ് വെള്ളം മറിഞ്ഞ് കൊച്ചു വെള്ളത്തെ കടലിൽ പോയി വലിയ വെള്ളത്തെ കയറി അവരോട് കുമ്പസാരിപ്പിക്കും. അപ്പോൾ ദൈവത്തിന് ഇങ്ങോട്ട് തരാനേ ഉള്ളൂ, അങ്ങോട്ട് കൊടുക്കാനുള്ള എന്നെ കളുവരി. നമ്മൾ അങ്ങനെ പറയില്ല, ദൈവം തന്ന സമയമാണ്. എങ്കിലും ഒരു ബാലൻസിങ് എപ്പോഴും നമുക്കൊരു മുൻതൂക്കം ഉണ്ടാണ്. അതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം നീ വിശ്വാസം ജീവിച്ച്, പക്ഷെ നിൻ്റെ ഭർത്താവ് ഒരു കാശും കൊള്ളത്തില്ല. മറ്റുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ പൊന്നുപോലെ സൂക്ഷിക്കുമ്പോൾ നീ പണം കൊണ്ടേ കൊടുത്താൽ പോലും ആളതിൻ്റെ വെള്ളമടിച്ച് നടക്കുന്നതിന് വിവരക്കേട് പറയണം എന്നല്ലാതെ നിന്നോടൊന്നും പറയത്തില്ല, ഒരു സ്നേഹം കാണിക്കത്തില്ല. എന്നാൽ അയാളുടെ പെങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരിച്ചിരിക്കും. അതാണ് അപ്പോഴും കർത്താവിൻ്റെ നാമത്തിലാക്കി കളയുമ്പോൾ ദൈവം നമ്മുടെ ഒപ്പിൽ കടക്കാരനാകും. എന്നിട്ടത് പറയണം, താരി കാണിച്ച് പറഞ്ഞത് കണ്ട നിന്നോട് കാണിച്ച വിശുദ്ധതയാണിത്. അതുകൊണ്ട് എനിക്ക് അയാളോട് പറയാറില്ല, അയാളെ നീ എനിക്ക് തന്നതാണ്, എനിക്ക് നിന്നോടെ പറയാനുള്ളത്. ഞാൻ ഇപ്പം പറയത്തില്ല, ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞോളാം എന്ന് പറയും. നിത്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് പറയാനുള്ള ഒരു അവസരമാണ്. അതെപ്പോഴും ഓർത്തേക്കും. എൻ്റെ മക്കൾ എന്ത് കിട്ടിയാലും നിത്യതയെ കുറിച്ച് പിടിച്ചേക്കണം മുഴുവൻ. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് വേണ്ടി IELTS പാസ്സാകാനല്ല, മറിച്ച് എന്താണ്, നിത്യതയിലേക്ക് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോ നിക്ഷേപങ്ങളും നമ്മുടെ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇത്തിരി കൂടെ സഹിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാനൊരിക്കലും ചോദിച്ചിട്ടില്ല, കർത്താവ് ഞാൻ കൃപാസത്തിലാണ്, എനിക്ക് ഉറപ്പില്ല, നല്ല ഭക്ഷണമില്ല, പിന്നെ ലോകം മുഴുവൻ സുവിശേഷ വരെ ചെയ്യുന്നുണ്ട്, എന്താ നീ എനിക്കെന്താ കിഡ്നി രോഗം വന്നാന്ന് ഞാൻ ചോദിച്ചത് ദൈവത്തെ അറിയാവുന്നൊരു മിണ്ടത്തില്ല. അതാണ് മറിയം, ഹൃദയത്തിലെല്ലാം സംഗ്രഹിക്കും. അപ്പം ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് പരാതികളില്ല, പരിഭവങ്ങളില്ല, സന്തോഷം മാത്രമാണ്. കർത്താവിൻ്റെ കൃപയിൽ കിട്ടണതെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിന് മഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഒരു ജീവിതം. ഇതൊരു പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എന്താണ്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ അതിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, അത് ദൈവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഈ പ്രഖ്യാപനമാണ് കൃപാസനം പത്രം കൊടുക്കാൻ നമ്മളെ പേരിപ്പിക്കുന്നത്. എത്ര IAS ജഡ്ജിമാരായാലും ശരി, ഞാൻ പറയും, ജഡ്ജിമാരും വന്ന് ഉടമ്പടിക്കും സാക്ഷ്യവും പറയും, അവർക്ക് നിങ്ങളോട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കൃപാസനത്തിൽ വന്ന് ആരോടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ജഡ്ജിയാണെന്ന് പറയുമ്പോൾ അറിയാലോ, പോലീസ് എസ്കോർട്ടും മറ്റ് ലൈറ്റൊക്കെ വെച്ചല്ലേ വരുന്നത്. അപ്പം ഞങ്ങൾ പറയും, സാറേ ഗ്രീൻ ചാനലിൽ പോകാം, വേണ്ട, ഇവിടുത്തെ നിയമം വായിക്കാൻ പോലും, ഇവിടെ നിയമം വായിച്ചാൽ അവിടെ നിന്ന് ആ ലൈൻ നിന്ന് തന്നെ അവർ ചെയ്യും. അതുപോലെ അതേസമയം തന്നെ, അതായത് അവർക്ക് പിന്നെ നിയമത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും കർത്താവിൻ്റെ തിരുസേന വ്യാപരിക്കുമ്പോൾ ഈ പ്രഖ്യാപനം ശരിയായ പ്രയോഗം ശരിയാകും. പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഇതിൽ പറയും, എനിക്ക് പീരീഡ്സ് ആയിരുന്നു, എനിക്ക് ഒരു മാസം മുഴുവൻ പീരീഡ്സ് ആയിരുന്നു, വയറുവേദന, നടുവേദന, ഇത് എന്നെയും കൊണ്ടേ പോയി, പെണ്ണായി ജനിച്ചത് തന്നെ ഗതികളായിപ്പോയി, എന്ത് കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നമുക്ക് ആ വേദന വരുമ്പോൾ സഹിച്ച വിഷയം ജീവിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി എന്ന് പറയുന്നത്, ഇങ്ങനെ വേദന അവർക്ക് പരീക്ഷകൾ, ഞാൻ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അവൾ പറയും, അമ്മയോട് പറയും, ഞാൻ പോകത്തില്ല അമ്മ എന്ന് പറയും. എനിക്ക് പക്ഷേ പോകാൻ പറ്റത്തില്ല, എൻ്റെ കിടപ്പുണ്ട്, ഞാൻ എന്നെ നടുവിന് ആരാണ് തല്ലിയിട്ടിക്കണ പോലെ അല്ല കിടക്കണത്, പനിയായിരുന്നു രാത്രി മുഴുവനും, എൻ്റെ തലയിലൊന്നും ഇല്ല അമ്മേ എന്ന് പറയും. ഞാൻ പിന്നെ എന്തെഴുതാനാണെന്ന് പറയും. അപ്പം പറയും, ഇടി മാതാവ് കൂടെ ഉണ്ടാവിടി, നീ ചെല്ലിടി എന്ന് പറയും. അപ്പോൾ ഈ വയറും താങ്ങി നടുവും വേദന എത്തേണ്ട പോകും. എപ്പോൾ കൊണ്ടുപോകുമ്പോൾ എന്ത് ഉപ്പെടുത്തോണ്ട് പോകും. ഉടമ്പടി ഉപ്പ് കൊണ്ട് ഇൻ്റർവ്യൂ ഓഫീസിൽ ആരും കാണാത്ത സ്ഥലത്ത് വിശ്വപ്രമാണം ചെല്ലിയിടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഉപ്പ് ഉടമസ്ഥതയാണ്, കവനൻ്റ് സോൾട്ട് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇനി നോട്ട് ബൈ മെറിറ്റാണത്, എനിക്ക് മെറിറ്റില്ല, എനിക്ക് വേദനയാണ്, ബുദ്ധിയില്ല, ഓർമ്മ കിട്ടണില്ല, ഞാൻ പരീക്ഷയിൽ നോക്കും. പക്ഷേ ഈ സ്ഥലം മുഴുവൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കുന്ന ആൾക്കാരും എല്ലാം നിൻ്റെ ഉടമസ്ഥതയ്ക്ക് ഏൽപ്പിക്കുന്നു. ഉപ്പിടണ എന്തിനാണ്?
ലേവായരുടെ കാഴ്ചവസ്തുക്കളാണ് ഉപ്പ് വീഴണത്. ലേവായരോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗോത്രങ്ങൾക്കും കർത്താവ് ഭൂമി കൈവശമാക്കാൻ വേണ്ടി ഭൂമി അളന്നു കൊടുത്തപ്പോൾ ലബിയരോട് പറഞ്ഞു, നിനക്കില്ല, നിനക്ക് ഇത് ഓഹരിയില്ല, നിൻ്റെ ഓഹരി ഞാനാണ്, അതിനാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഓർത്തേക്കണം, എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്, എൻ്റെ മെരിട്ടല്ല, എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്. ഇതിലെന്നാ പറ്റി? ഒന്നും വേണ്ടിയില്ല. അവൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഞാൻ ചെല്ലുമ്പോൾ അമ്മയുടെ ഒരു അടയാളം കാണണമെന്ന് പറഞ്ഞു. അമ്മ അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ. അപ്പം അവരെ ടെസ്റ്റ് ചെയ്യാമെന്ന് നാളെ നീല ഉടുപ്പിട്ട് അവൾ പറഞ്ഞു, ഓക്കെ ഇറ്റ് ഈസ് ഓക്കെ, ക്ലിയർ എന്ന് പറയും. എന്നുവെച്ചാൽ അമ്മ ഉണ്ടെന്ന് ഒരു അടയാളം കാണിച്ചതാണ്. അവളോടൊപ്പം 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ അധികം ചോദിച്ചില്ല, അവൾ പോയി. ചാപ്റ്റർ ക്ലോസ് ചെയ്യും. എന്താ കാര്യം? അമ്മയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അവിടെ ആ സ്ഥാനം മുഴുവനും മൊത്തം അധികാരത്തിലായി കളഞ്ഞു. ഇങ്ങനെ ഉടമ്പടി വസ്തുത്തിൻ്റെ ഓരോ വസ്തുവിനും അതിൻ്റെ പ്രയോഗങ്ങളുണ്ട്. ഉടമ്പടി തൈലത്തിന് പ്രയോഗമുണ്ട്. ഇതെല്ലാം എൻ്റെ പഴയ ധ്യാനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ പുതിയ പുതിയ അപ്ഡേഷൻസ്, ഭയങ്കര ഫാസ്റ്റ് അപ്ഡേഷൻസ് ഉള്ള കാരണം പഴയത് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ ധ്യാനങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇരുന്ന് കേൾക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ സംഭവം എന്താ ചെയ്യണത്. ഈ പത്രം തന്നെ ചിലർ പത്രം, ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇവിടെ ധ്യാനം കേട്ടിട്ട് അത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കൃപാസനത്തിൽ വരുമ്പോൾ പത്രം വാങ്ങിച്ചു കൊടുക്കണം. പത്രം മേടിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നല്ല പത്രത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹ്യൂമിലിയേഷനാണ് അതിൻ്റെ ശരിക്കും. അതിനകത്ത് ഭയങ്കര ഇതുണ്ട്. എന്താണ് അത് കൊടുക്കണമെങ്കിൽ ആൾക്കാരൊക്കെ ചിലരൊക്കെ നമ്മളെ തോന്നിയ പറയും. അപ്പോൾ ചിലർ അത് നിർത്തിക്കളയും. അപ്പോൾ ഉടമ്പടി എന്താ സംഭവിച്ചത്? പത്രം എന്ന് പറയുമ്പോൾ ലോ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട് ഉടമ്പടിയിൽ. കുരിശ് കൺവേർട്ട് ചെയ്ത് കൃപയായി മാറുന്നത് ലോ സ്റ്റാറ്റിസ്റ്റിങ്ങിലാണ്. നമ്മളിപ്പം നല്ല അധ്യാപികയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം, 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഒരു ഭ്രാന്തും ഉണ്ട് ഇതിൽ കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ആലപ്പുഴക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. അത് നല്ല കാര്യമാണ്. കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ 5 പൈസ മേടിക്കണില്ല, അത് ചോദിക്കണ സ്വസ്ഥ കാഴ്ച കൃപാസന ഇരിക്കണില്ല, കുർബാനക്ക് പോലും പണം എടുക്കണില്ല. എന്തിനും പൈസ കിട്ടുമെങ്കിൽ കൃപാസന തലമുട്ടിച്ചിടും, അത്രേ ഉള്ളൂ. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചിലർ പത്രം കൊടുക്കുമ്പോൾ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ അത് ഗ്രേസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലോ സ്റ്റാറ്റസ് നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാധാനം മൃഗപ്പിടിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ ദാസനായി മരണത്തോടും കുരിശുമരണത്തോടും തന്നെ താഴ്ത്തുകയാണ്. അതിനാലെന്ന വാക്കിന പ്രാധാന്യം. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പം കൃപയുടെ ഉയർച്ചയെല്ലാം വേണ്ടത് നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോഴാണ്. ഉടമ്പടി സ്റ്റാറ്റസ് ലോ ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പത്രം തന്നെയാണ്. അപ്പോൾ ആൾക്കാർ പത്രം കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ചിലർക്ക് പത്രം കൊടുക്കുന്നത് ഉടമ്പടി തേരം തേച്ചു കൊടുക്കും. എന്നാൽ കർത്താവേ ഇത് വായിക്കുന്നതെന്ന് എന്നെ അറിഞ്ഞ് തിരിച്ചു വരാൻ ഇടയാക്കണം. അപ്പോൾ എന്തൊരു കൃപയാണ് ആൾക്കാർക്ക്. അതായത് പഴയ കാലത്തിനേക്കാൾ ഇന്ന് ആൾക്കാർ പെട്ടെന്നാണ് ദൈവത്തിലേക്ക് അടുത്ത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും. ചുമ്മാ അനുഷ്ഠാനമല്ല, ചുമ്മാ കുമ്പസാരം കുർബാനകര അനുഷ്ഠാനമായിട്ട് നടത്തപ്പോൾ കൊണ്ടുപോകുന്ന കേസോടൊന്നുമല്ല. ഇതങ്ങനെ ജീവിക്കുകയാണ് ദൈവത്തിന് വേണ്ടി. കാര്യം ആൾക്കാർക്ക് നമുക്ക് ഈ അനുഷ്ഠാനങ്ങൾ പറയാനുള്ള കാരണം ആൾക്കാരിങ്ങനെ അനുഷ്ഠാനത്തിൻ്റെ കാണാത്ത കാരെ കെട്ടിക്കുടുങ്ങി കിടക്കും. അവരുടെ ജീവിതം ഒരിക്കലും മെച്ചമാകത്തില്ല. നമ്മളൊക്കെ എപ്പോഴും വേണ്ട ഉടമ്പടി എപ്പോഴും നോക്കുന്നത് ഇതിൻ്റെ ജീവിതത്തെയാണ് നോക്കുന്നത്. ജീവിതം എങ്ങനെയാണ് കർത്താവിന് വേണ്ടി 24 hours കമ്മിറ്റഡ് ആയത്. അതിന് നിനക്ക് തരുന്ന കുടുംബ സാഹചര്യങ്ങളിൽ നീ പ്രധാനപ്പെട്ട ടാപ്പ് ചെയ്യണം. ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞ എല്ലാം ഫോർമുലയാണ്. നമ്മൾ ഗ്രേസ് ടാപ്പിങ്ങിന് ഉപയോഗിക്കണം മരീൻ ഫോർമുലയാണ്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ വിഷയം കേൾക്കണമെന്ന് പറയണത്. എങ്ങനെ? അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കണം, അതിനകത്ത് അപ്ഡേഷൻസ് നോക്കണം. ആൾക്കാർ അപ്ഡേഷൻസ് വെച്ചാൽ വളരണത്. ഓരോ ആഴ്ചയിലും പുതിയ അപ്ഡേഷൻസ് വരും. അപ്പോൾ അത് കേട്ടിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾ ടെക്നപ്പോൾ വളർന്നു. കാര്യം ഈശോ എന്താ പറഞ്ഞത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക്
മേൽകൃപ. ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് ടാപ്പ് ചെയ്യേണ്ടത്. അല്ല, എന്നും കൊന്നും നിങ്ങൾ ഒരേ ഗ്രേസിലാണെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന അർത്ഥം. കൃപയിൽ താഴേക്ക്, കൃപയിൽ സ്റ്റാറ്റിക് ഇല്ല, താഴേക്ക് വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഓരോ ദിവസം കണക്ക് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കർത്താവിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം, നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എല്ലാവരും. അപ്പോഴാണ് നമ്മൾ സാക്ഷ്യം എന്ന് പറയണത് ഇങ്ങനെ പള്ളിക്കരയിൽ തട്ട നിന്നുകൊണ്ട് അത് കിട്ടി ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാക്ഷ്യം. വേദസാക്ഷ്യമാണ് നമ്മുടേത്. പിന്നെ രക്തസാക്ഷ്യം. വേദത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു. പിന്നെന്താണ്? രക്തസാക്ഷ്യം. നമുക്ക് 2 സാക്ഷ്യങ്ങളാണ് ഉള്ളത്. മറ്റത് സാക്ഷ്യം അനുഭവ സാക്ഷ്യമാണ്. അനുഭവ സാക്ഷ്യം ഇതിൻ്റെ ലക്ഷ്യമല്ല, അത് പറയുന്നത് ആൾക്കാർക്ക് ഫെയ്ത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് വേദസാക്ഷ്യമോ രക്തസാക്ഷ്യം, ജീവിതം തന്നെ. അപ്പം നിങ്ങൾ എന്തിനാണ് ഉടമ്പടിയെടുത്ത് ചോദിക്കുമ്പോൾ ഒറ്റ വാക്ക് പറയണം, എന്താണ്? വേദസാക്ഷിയായ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിയായി ജീവിക്കാൻ. എന്തിനാണ് ഉടമ്പടിയെടുത്തത്? അതിന് ഏറ്റവും വലിയ സാക്ഷി ആരാണ്? അമ്മയാണ്. അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ, അമ്മയാണ് നമ്മുടെ മാതൃക. അമ്മയുടെ ജീവിതം ഇടയ്ക്കിടയ്ക്ക്, അതാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് നിന്ന് മരിയൻ വിസ്റ്റം ഒത്തിരി കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നോക്കുകയും വിഷമം അനുഭവിക്കുന്നവരെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം. സമാപനാശീർവാദത്തിൻ്റെ സമയമാണ്. അത് പരിശുദ്ധമായിട്ട് പാട്ട് പാടിയിട്ട് സമാപനാശീർവാദം. കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശേനും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശേ പുൽകിടുന്നു. കുരിശേനും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശേ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോട് ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.
പ്രിയ സഹോദരങ്ങളെ, ഇന്നലെയും ഇന്നുമായിട്ടുള്ള ധ്യാനത്തിനെടുത്ത സ്തോത്ര കാഴ്ചയുടെ കണക്ക് പറയുകയാണ്. ഇന്നലെ 11,834 ഷെക്കൽ 500 ഇന്ത്യൻ റുപ്പി ആണ് ഇന്നലെ പിരിഞ്ഞു കിട്ടിയത്. ഇന്ന് 11,234 ഷെക്കൽ $100 പിരിഞ്ഞു കിട്ടിയത്. ഏവർക്കും നിങ്ങളുടെ നല്ല മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ചില വിവരങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരി പുരുഷന്റെ അടയാളം ദൈവത്തിന്റെ ശക്തി. കർത്താവെ, യുദ്ധഭൂമിയായി നിൽക്കുന്ന ഇസ്രായേലിന്റെ 4 ദിനങ്ങൾ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെടുകയും 8 ദൂതന്മാരെ കാവൽ നടത്തിക്കൊണ്ട് ഈ ദേശത്തെ ഈശ്വരനാവ് സംരക്ഷിക്കട്ടെ. യുദ്ധം എത്രയും വേഗം അവസാനിക്കാനും സമീപ പ്രദേശങ്ങളിലെല്ലാം സമാധാനവും സൂര്യജീവിതവും പുനഃസ്ഥാപിക്കപ്പെടാനും പരിശുദ്ധമതേമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ദേശത്തെ ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,